അയ്യ വണക്കം. അങ്ങനെ നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനെയൊക്കെ കണ്ട് ഇസ്രായേലിനെയൊക്കെ അംഗീകരിച്ച് അബ്രഹാം അക്കോർഡിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ അസീം മുനീറിൻ്റെ കൂടെ അവിടെ പോയി റെയർ എർത്ത് മെറ്റൽസ് ഒക്കെ തുറന്ന് കാണിച്ചിട്ട് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോൾ അതാ കാണുന്ന കയറി മെഴയോടാ ഗോവാല എന്ന് പറഞ്ഞുകൊണ്ട് TLP എന്ന് പറയുന്ന ഒരു സംഘടന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫിനെ കുന്തത്തി കുത്തി നിർത്താനായിട്ട് കാത്തു നിൽക്കുകയാണ്. എന്താണ് ഈ TLP എന്ന് പറയുന്ന സംഘടന? ഇവരെ ആക്ച്വലി ആരാണ്? ഇതൊരു തീവ്രവാദ സംഘടനയാണോ? അല്ലേ, യവന്മാരിപ്പെട്ട എല്ലാണോ തീവ്രവാദ സംഘടനകളാണ്. പക്ഷേ യവന്മാരെ തന്നെ വിളിക്കുന്നത് ബിമൽ കുമാർ എന്നാണ്. നമ്മുടെ SDPIക്ക് സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് എന്നൊക്കെ ഫ്രീക്ക് പേരിട്ടിരിക്കുന്നത് പോലെ യവന്മാരെ തന്നെ വിളിക്കുന്നത് ഞങ്ങളൊരു ജനാധിപത്യ സംഘടനയാണ് എന്നുള്ളതാണ്. എന്തായിരുന്നാലും ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു വമ്പൻ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. കലാപം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അത്യുഗ്രൻ കലാപം. ആ കലാപത്തിൻ്റെ ഗ്രാവിറ്റി ഒരു സൈഡിൽ നിന്ന് വേറൊരു സൈഡിലേക്ക് വരുമ്പോൾ കൂടി വരികയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ഏകദേശം 280ഓളം ആൾക്കാർ അവിടെ ചത്തുമലച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. എന്തായിരുന്നാലും ധനുഷേ കുട്ട ചത്തു എന്ന് പറയല്ലടാ എന്ന സുഡാപ്പികളുടെ കമൻറ്റ് കാണുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ നെഞ്ചുരുകി പോവുകയാണ്. നിനക്കുമില്ലേടാ അച്ഛൻ, നിനക്കുമില്ലേടാ അമ്മ, അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ചത്തെന്നാണോടാ പറയുന്നത്? അല്ലേ, നമ്മളെ തീവ്രവാദികളൊക്കെ ചാകുമ്പോൾ നമ്മൾ ചത്തു എന്നാണ് പറയുന്നത്. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ് കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കഴിഞ്ഞ ദിവസവും അവിടെ ചെന്നെന്ന് പറഞ്ഞു, ദിസ് ഗ്രേറ്റ് മാൻ, അതായത് തൊട്ട് പിറകിൽ ട്രംപ് നിൽക്കുകയാണ്, ദിസ് ഗ്രേറ്റ് മാൻ ഐ റെക്കമെൻഡ് ഹിം the Nobel Prize, the Nobel Peace Prize for him. I strongly recommend because he is my big brother എന്നൊക്കെയാണ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഇറ്റലിയുടെ മെലോണി നിൽപ്പുണ്ടായിരുന്നു. ഇത് കേട്ടതും ലവനെ നോബൽ പീസ് പ്രൈസിന് നോമിനേറ്റ് ചെയ്യുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന് കേട്ടപ്പോഴും ഒരു കള്ളൻ വേറൊരു കള്ളനെ നോബൽ പീസ് പ്രൈസിന് നോമിനേറ്റ് ചെയ്യുന്ന ആ പെണ്ണുമ്പിള്ളയാണെങ്കിൽ പിറകെ നിന്നുകൊണ്ട് അത്രയും നേരം ചിരിച്ച് കൈയടിച്ചുകൊണ്ടിരുന്ന അവർ പിന്നെ ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടത്. നോബൽ പ്രൈസ് എന്ന കേട്ടപ്പോൾ കണ്ണിങ്ങനെ തള്ളി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് TLP. അങ്ങനെ ഈ ഇസ്രായേലിൽ ഹമാസും തമ്മിലുള്ള യുദ്ധമൊക്കെ നിർത്തി ട്രംപിൻ്റെ പീസ് സമ്മിറ്റിലൊക്കെ പങ്കെടുത്ത് തിരിച്ചു വന്ന ഷഹബാസ് ഷെരീഫിനെ കാണാൻ സാധിച്ചത് TLP സ്വന്തം രാജ്യത്തിന് തീയിട്ടുകൊണ്ടിരിക്കുന്നതാണ്. പാകിസ്ഥാനാണെങ്കിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30ഓളം സ്ഥലങ്ങളിൽ വമ്പിച്ച ആക്രമണം നടന്നു കഴിഞ്ഞു. പോലീസുകാർ തടയാൻ വന്ന പോലീസുകാർ, അതായത് കലാപം തടയാൻ വന്ന പോലീസുകാരുടെ അടിച്ചോട്ടിച്ച പോലീസ് വണ്ടിയും പിടിച്ചെടുത്ത് ആ പോലീസ് വണ്ടിയിൽ കറങ്ങി നടന്നാണ് അവന്മാർ ബോംബ് എറിയുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ഈ TLP? തെഹ്രീക്ക് ലബായ് എന്നാണ് ഈ പാർട്ടി എന്നാണ് നമ്മൾ ഫ്രീക്ക് വേടാണല്ലോ എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ പറയാം. യവന്മാർ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ യവന്മാരുടെ ഒരു കഥയെന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ളൊരു കഥയാണ്. ഈ TLP എന്ന് പറയുന്ന ഈ സാധനം 2017 നവാസ് ഷെരീഫ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നു. നവാസ് ഷെരീഫ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം 2014 അധികാരത്തിലേറുമ്പോൾ നവാസ് ഷെരീഫ് എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയെ വിളിച്ച് ആ സത്യപ്രതിജ്ഞാ ചടങ്ങിലൊക്കെ പങ്കെടുപ്പിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവാസ് ഷെരീഫിൻ്റെ തോളിൽ തട്ടുന്നു. എന്നിട്ട് അദ്ദേഹത്തെ പല മീറ്റിങ്ങിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹത്തെ മാത്രം വിളിച്ചുകൊണ്ടുപോയി പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ചായയൊക്കെ കൊടുത്ത് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ആ കാര്യത്തിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഡീസൻ്റ് ആണ് കേട്ടോ, പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എവിടെയെങ്കിലും സമാധാനത്തിൻ്റെ ഒരു സ്കോപ്പ് ഉണ്ടോ എന്ന് പോലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോക്കിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സ്കോപ്പ് ഉണ്ട്. പക്ഷേ സ്കോപ്പ് വരുമ്പോഴേക്കും ഇതിനകത്ത് കിടക്കുന്ന ഈ തീവ്രവാദികൾ, ഏതാണ് ഈ പാകിസ്ഥാനിൽ കിടക്കുന്ന ഈ തീവ്രവാദികൾ അഥവാ ഭീകരവാദികൾ അല്ലെങ്കിൽ സൈന്യം എന്ത് ചെയ്യും? ഈ സ്കോപ്പിനെ നശിപ്പിക്കാൻ വേണ്ടി അവിടെയുള്ള ഭരണത്തെ അട്ടിമറിക്കുകയാണ്. നവാസ് ഷെരീഫിന് നല്ലപോലെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ നവാസ് ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഇന്ത്യയുമായിട്ട് ഒത്തുപോകാനായിട്ട് മാക്സിമം ശ്രമിച്ചു. പക്ഷേ 2017 ഇന്ത്യയുമായി ഒത്തുപോകാൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒത്തുപോകാൻ നവാസ് ഷെരീഫ് ശ്രമിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് തന്നെ ഈ TLP രംഗത്തിറങ്ങി. അപ്പോഴാണ് ഇവന്മാർ വൈറലാവുന്നത്. അങ്ങനെ ഈ തെരുവിലോട്ടിറങ്ങി വലിയൊരു പ്രതിഷേധം സംഘടിപ്പിച്ചു. എന്തിനാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്? യഥാർത്ഥത്തിലുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുമായിട്ടും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒത്തുപോകാനുള്ളൊരു ശ്രമം നടത്തുന്നു. അത് യവന്മാർക്ക് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് പാകിസ്ഥാൻ സൈന്യത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം യവന്മാർക്ക് $1000 കൈമാറുന്ന ചിത്രങ്ങൾ ആ സമയത്ത് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. നീയൊക്കെ ഇറങ്ങി തെരുവ് കത്തിച്ചോ, ഞങ്ങൾ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ സൈന്യം മറ്റേ തെരുവിലോട്ട് ഇറങ്ങിയത്. അതിൻ്റെ ചിത്രമൊക്കെ പിന്നീടാണ് പുറത്ത് വന്നത്. ഞാനതിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ജസ്റ്റ് ഫോർ എ ഹൊറർ. അപ്പോൾ അങ്ങനെ ഇവർ തെരുവിലിറങ്ങിയത് എന്തിനാണെന്ന് അറിയാമോ? തെരുവിലിറങ്ങിയ കാര്യം ഈ ഇന്ത്യയുമായിട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞ് പച്ചയ്ക്ക് തെരുവിലിറങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇലക്ഷൻ ആക്ട് 2017 മൈനർ ചേഞ്ചസ് വരാൻ പോകുന്നു. അങ്ങനെ മൈനർ ചേഞ്ചസ് ഇലക്ഷൻ ആക്ടിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് തുക്കടാ കേസ് പറഞ്ഞുകൊണ്ടാണ് യവന്മാർ തെരുവിലിറങ്ങുന്നത്. തെരുവിലിറങ്ങിയിട്ട് യവന്മാർ പറഞ്ഞ റീസണാണ് അതിഗംഭീരം.
ഗംഭീരമായിട്ടുള്ള റീസൺ. നബിയുടെ പ്രവാചകത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഇലക്ഷൻ ആക്റ്റുകളാണ് ഇവിടെ വരുത്താൻ പോകുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ യവന്മാർ പറഞ്ഞത്. അതെന്താ തമ്പുരാൻ അറിയാം എന്നായിരിക്കും ആ സമയത്ത് നവാസ് ഷെരീഫും പറഞ്ഞിട്ടുണ്ടായിരിക്കുക. എന്തായിരുന്നാലും അങ്ങനെ പറഞ്ഞ് തെരുവിലിറങ്ങി വമ്പിച്ച പ്രതിഷേധമൊക്കെ നടത്തി. സൈന്യം അതിന് കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ TLP വമ്പിച്ച പ്രതിഷേധം നടത്തി അവിടെയുള്ള ഈ TLPയുടെ ലീഡറുണ്ട്, ഖാദിം എന്നാണ് അവൻ്റെ പേര്. ഖാദിം റിസ്വിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു കുത്തിയിരിപ്പ് സമരം തുടങ്ങി. ആ കുത്തിയിരിപ്പ് സമരം പെട്ടെന്ന് കയറി അക്രമാസക്തമായി അടിച്ച് ഇടിച്ച് കാടിച്ച് പറിച്ച് അവിടെയുള്ള സകല മന്ത്രിമാരെ രാജിവെപ്പിച്ച് അവസാനം നിയമമന്ത്രിയായിട്ടുള്ള സഹീദ് ഹമീദിൻ്റെ രാജിയോടുകൂടി സമ്പൂർണ്ണമായിട്ട് ഷഹബാസ് ഷെരീഫിൻ്റെ ഭരണം അവിടെ അധപ്പതിച്ചു, അല്ലെങ്കിൽ നിലംപൊത്തി. അങ്ങനെ ഷഹബാസ് ഷെരീഫിൻ്റെ ഭരണം അവിടെ നിലംപൊത്തിയപ്പോൾ എന്ത് ചെയ്തു? 2018 ഈ TLP എന്ന് പറയുന്ന ഈ സെറ്റപ്പ്, ഈ തീവ്രവാദ സംഘടന ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയായ എങ്ങനെ ഇരിക്കും? അപ്പോൾ അവിടെയുള്ള മേജർ പറഞ്ഞു, അല്ല അതിൻ്റെ ആവശ്യമില്ല, അല്ല എന്നിരുന്നാലും നമുക്കിപ്പോൾ ഒരു സപ്പോർട്ടൊക്കെ ആയാലേ, എടീ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജനാധിപത്യ പാർട്ടിയെ അവിടെ മത്സരിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഒരു പാർട്ടിയൊക്കെ ആയി രജിസ്റ്ററൊക്കെ ചെയ്ത് അവിടെ മത്സരിക്കാനുള്ള തീരുമാനത്തിലെത്തി യവന്മാർ പണം സമ്പാദിച്ചു. അതായത് ഒരു പാർട്ടിയാകുമ്പോൾ ഫണ്ട് വേണമല്ലോ. ഈ ഫണ്ട് എങ്ങനെ സമ്പാദിക്കും? സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ സമ്പാദിച്ചു എന്ന് മാത്രമേ നാട്ടുകാർക്ക് അറിയാവൂ, മാധ്യമങ്ങൾക്കും അറിയാവൂ. പക്ഷേ എങ്ങനെയാണ് ഈ പൈസ എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരുപാട് പണമൊക്കെ സമ്പാദിച്ച് യവന്മാർ അങ്ങോളം ഇങ്ങോളം മത്സരിച്ചു എന്നുള്ളതും മറ്റൊരു കാര്യമാണ്. അങ്ങനെ അങ്ങോളം ഇങ്ങോളം മത്സരിച്ച് TLP എന്ത് ചെയ്തു? ഈ TLP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണല്ലോ. അപ്പോൾ ഇവന്മാർ ഈ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ഇമ്രാൻഖാൻ്റെ വേറൊരു പാർട്ടിയുണ്ട്, അത് ഇതുപോലെ വേറൊരു പാർട്ടിയാണ്, കച്ചറ പാർട്ടിയാണ്. തെഹ്രീക്കെ ഇൻസാഫ് എന്തോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ TLPയോട് ചേർന്ന് നിൽക്കുന്ന ഈ തെഹ്രീക്കെ ഇൻസാഫ് അല്ല ഇമ്രാൻഖാൻ്റെ ഈ പാർട്ടിക്ക് സൈന്യം പിന്തുണ കൊടുത്തു. അങ്ങനെ ആ ഇമ്രാൻഖാൻ അവിടെ വീണ്ടും പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാകുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിച്ചത്. നവാസ് ഷെരീഫ് വന്നു. നവാസ് ഷെരീഫിന് ശേഷം ഇമ്രാൻഖാൻ വന്നിട്ട് പാകിസ്ഥാൻ നന്നാവുക. യവന്മാർ ആര് വന്നാലും നന്നാവില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇമ്രാൻഖാൻ അങ്ങനെ പ്രധാനമന്ത്രിയായി അവിടെ അവരോധിതനായി. ഇമ്രാൻഖാൻ വരുമ്പോൾ ഇപ്പോൾ നരേന്ദ്രമോദി അങ്ങ് മൂക്കിൽ വലിച്ചു കയറ്റി കളയുന്നതാണ് അവന്മാരെല്ലാം വിചാരിച്ചിരുന്നത്. ഇപ്പോൾ ഇമ്രാൻഖാൻ അകത്ത് കിടക്കുകയാണ്, ജയിലിനകത്ത് കിടക്കുകയാണ്. തെഹ്രീക്കെ ഇൻസാഫ് എന്ന് പറയുന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടി പുറത്ത് നിന്നുകൊണ്ട് ഇമ്രാൻഖാനെ പുറത്തിറക്കാൻ എന്തെങ്കിലും ഒരു കലാപം എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും കലാപം എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, ഈ കലാപം ഇവിടെ നടന്നാലും നമ്മൾ കേൾക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു വാർത്തയുണ്ട്. അതായത് കലാപത്തിൽ ജയിലിലെ തടവ് പുള്ളികൾ രക്ഷപ്പെട്ടു എന്നുള്ളത്. ആ ഗ്യാപ്പിൽ ചാടി രക്ഷപ്പെടാനുള്ള ഒരു വകുപ്പാണ് ഇവൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇമ്രാൻഖാൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഇമ്രാൻഖാൻ്റെ അത് തന്നെ. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇമ്രാൻഖാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ പ്രധാനമന്ത്രിയെ തെഹ്രീക്കെ ലബായനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് ഇമ്രാൻഖാൻ അവിടെ വിജയിച്ചത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശേഷം 2020 ആയപ്പോഴേക്കും വീണ്ടും ഒരു പ്രശ്നം അവിടെ ഉടലെടുക്കുകയാണ്. എന്താണ് ആ പ്രശ്നം? 2020 ആയപ്പോൾ ഫ്രഞ്ച് മാസികയിൽ മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും കണ്ടു കാണുമല്ലോ. കയ്യായി കാലായി വെട്ടിക്കളയാനുള്ള സകല ഭാഗങ്ങളും വെട്ടാനായിട്ട് അവന്മാരെല്ലാം ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഈ പാകിസ്ഥാനിലുള്ള ഫ്രഞ്ച് എംബസിക്ക് മുമ്പിൽ വീണ്ടും അവന്മാർ തടിച്ചുകൂടുകയാണ്. TLP എന്ന് പറയുന്ന തെഹ്രീക്കെ ലബാൻ എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് എംബസി അടച്ചു പൂട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമ്രാൻഖാൻ എന്ത് ചെയ്തു? യുവമാർക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടു. ആർക്ക്? ഫ്രഞ്ച് എംബസിക്ക് നേരെയല്ല, തെഹ്രീക്കെ ലബാന് നേരെ. അങ്ങനെ അഴിച്ചുവിട്ടു. സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ ഈ ഖാദിം എന്ന് പറയുന്ന 2017 പ്രതിഷേധം നടത്തിയപ്പോൾ ഇവൻ്റെ നേതൃത്വത്തിലാണല്ലോ നടത്തിയത്. ഈ ഖാദിം എന്ന് പറയുന്നവനെ നൈസായിട്ട് തട്ടി സംശയാസ്പദമായ രീതിയിൽ മരിച്ചു എന്ന് മാത്രമേ നമ്മൾ പറയാവുള്ളൂ. അല്ലാതെ ഇമ്രാൻഖാൻ തട്ടി എന്ന് നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ സംശയാസ്പദമായ രീതിയിൽ ഖാദിം എന്ന് പറയുന്ന ലീഡർ അവിടെ മരിക്കുകയും ഈ തെഹ്രീക്കെ ലബാൻ എന്ന് പറയുന്ന പാർട്ടിക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ തെഹ്രീക്കെ ലബാൻ എന്ന് പറയുന്ന പാർട്ടി അവിടെ നിരോധിക്കപ്പെട്ടു. 6 മാസത്തിന് ശേഷം അവിടെയുള്ള സൈനിക മേധാവി എന്ത് ചെയ്തു? ജനറൽ ബജുവയുമായുള്ള രഹസ്യ കരാറിൽ ഈ നിരോധനം വീണ്ടും നീക്കി. അങ്ങനെ തെഹ്രീക്കെ ലബാനിൻ്റെ നിരോധനം 6 മാസത്തിന് ശേഷം വീണ്ടും നീക്കി. 2022 മഹൻസാദ് റിസ്വിയുടെ കീഴിൽ സൈന്യവുമായി തെറ്റിപ്പിരിഞ്ഞ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന അവിടെയുള്ള പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും ഇവന്മാർ സമരത്തിനിറങ്ങുകയാണ്. സമരം എന്നൊക്കെ പറഞ്ഞാൽ സമരം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാർ ഇറങ്ങുന്നത്. കൊടിയും പിടിച്ച് തെരുവിലിറങ്ങും. ജനാധിപത്യം അതാണ് നമ്മുടെ സമര രീതി എന്ന് പറഞ്ഞ് തെരുവിലിറങ്ങും. ആ കൊടി ഊരിയിട്ട് ആ കൊടിയുടെ വടിയെടുത്ത് ബാക്കിയുള്ളവൻ്റെ മണ്ടക്കടിക്കും. ഇതാണ് അവരുടെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെയുള്ള എല്ലാവർക്കും അറിയാം. അങ്ങനെ തെരുവിലവന്മാർ സമാധാനം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കലാപം നടത്താൻ ഇറങ്ങി. അങ്ങനെ ഇമ്രാൻഖാനും നിലം പൊത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 1 മാസം പോലും പോയില്ല, 2022 തെരുവിലിറങ്ങിയപ്പോൾ ഇമ്രാൻഖാനും നിലം പൊത്തി. അങ്ങനെ ഇമ്രാൻഖാനും നിലം പൊത്തിയ ശേഷമാണ് അവിടെ ഇപ്പോൾ ഇരിക്കുന്ന കിഴങ്ങനായിട്ടുള്ള പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വരുന്നത്. അവനാണെങ്കിൽ ലോക ചീനി കിഴങ്ങ്. അവന്
എക്കും പൊക്കും അറിഞ്ഞുകൊടുത്ത ഒരു പ്രധാനമന്ത്രിയാണ്. അസീം മുനീറാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ 2024 ഇവർ പാർട്ടിയായി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. തെഹ്രീക്ക് ലബാൻ എന്ന് പറഞ്ഞ സെറ്റപ്പ് ഔദ്യോഗികമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇവർ വീണ്ടും മത്സരിച്ചപ്പോൾ ഇവർക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞു. അങ്ങനെ വോട്ടിംഗ് ശതമാനം ഇവർക്ക് കുറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവരൊന്ന് തളർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ഡോൺ വെറി ബി ഹാപ്പി, ഞങ്ങൾ തളർന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഇവർ അടുത്ത കലാപത്തിന് കോപ്പ് കൂട്ടി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസിനെ നിരായുധീകരിച്ച ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കുന്ന എബ്രഹാം അക്കോർഡിൻ്റെ ഭാഗമാകാൻ ഇസ്രായേലിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പാകിസ്ഥാനും കൂടെ പോകുന്നു. ട്രംപാണ് ഇതിൻ്റെയൊക്കെ കാരണഭൂതൻ എന്ന് പറയുന്നത്. ട്രംപ് പറഞ്ഞു മൈ ബോയ് പാകിസ്ഥാൻ, അവൻ അംഗീകരിച്ചു, എബ്രഹാം അക്കോർഡിൽ അവൻ ചേർന്ന് കഴിഞ്ഞു എന്നുള്ളത്. അവൻ്റെ നിലനിൽപ്പ് പ്രശ്നം, എവൻ്റെ നിലനിൽപ്പ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഈ തെഹ്രീക്കെ ലബാൻ എന്ത് ചെയ്തു? എബ്രഹാം അക്കോർഡിൻ്റെ ഭാഗമായോ നീ എന്ന് പറഞ്ഞ് യുവമാർ തെരുവിലോട്ടിറങ്ങി. അങ്ങനെയാണ് യുവമാർ ഇപ്പോൾ തെരുവിലോട്ടിറങ്ങുന്നത്. അസീം മുനീർ ട്രംപിനെ കാണുന്നു, എബ്രഹാം കരാറിൽ പാകിസ്ഥാന് ഭാഗമാകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അപ്പോൾ യുവമാർ ഇവിടെ തെരുവിലിറങ്ങുന്നു. യുവമാർ ഇവിടെ ലാഹോറിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. പോലീസ് യുവമാരെ മാസമായിട്ട് വന്ന് തടയുന്നു. പോലീസിനെയൊക്കെ യുവമാരെ അടിച്ചു ഓടിക്കുന്നു. അങ്ങനെ പോലീസിനെയൊക്കെ അടിച്ചോടിച്ചു. പോലീസ് കൂട്ടത്തോടെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. 100 വാഹനങ്ങൾ കത്തിക്കുന്നു, 100 പോലീസുകാരെ അടിച്ചു ഉറക്കുന്നു. അങ്ങനെ പോലീസുകാർ ഓടിത്തള്ളുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ജമാഅത്തെ ഇസ്ലാമി എന്ത് ചെയ്തു? ആദ്യം തെരുവിലിറങ്ങി. ജമാഅത്തെ ഇസ്ലാമി ആദ്യം തെരുവിലിറങ്ങിയപ്പോൾ ഈ നേതാക്കളൊന്ന് വരണ്ടു. എന്നിട്ട് പറഞ്ഞു ഇല്ല ഞങ്ങൾ എബ്രഹാം അക്കോർഡിൻ്റെ ഒന്നും ഭാഗമാകാനായിട്ട് പോകുന്നില്ല എന്ന് പാകിസ്ഥാൻ പറഞ്ഞുവെങ്കിലും പിന്നീട് ഇത് മണത്തറിഞ്ഞ തെഹ്രീക്കെ ലബാൻ അവർ തെരുവിലിറങ്ങി. 3 നഗരങ്ങളിൽ വമ്പൻ പ്രതിഷേധവും വമ്പൻ അതിക്രമവും നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. 280 തെഹ്രീക്കെ ലബാൻ്റെ പ്രവർത്തകരെയാണ് അവിടെ വെടിവെച്ച് കൊന്നത് എന്ന് തെഹ്രീക്കെ ലബാൻ പറയുന്നു. ഔദ്യോഗികമായിട്ട് സർക്കാർ ഇത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അത് അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം അങ്ങനെയൊക്കെ കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെയും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. ഇപ്പോൾ ജെൻസി അടക്കം പാകിസ്ഥാനിൽ തെഹ്രീക്കെ ലബാൻ്റെ കൂടെ തെരുവിലിറങ്ങുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോഴുള്ള റിപ്പോർട്ടുകൾ പ്രകാരം തെഹ്രീക്കെ ലബാന് വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ ഭരണം പിടിക്കാമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. ഇവർ ഇപ്പോഴുള്ള സർവേ പ്രകാരവും ഇപ്പോഴുള്ള ജനങ്ങളുടെ പിന്തുണ പ്രകാരവും ഇവർ വളരെയധികം മുന്നിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പോലീസ് ഈ തെഹ്രീക്കെ ലബാനെ സമാധാനിപ്പിക്കാനായിട്ട് മുന്നിലേക്ക് വരും. പോലീസിൻ്റെ താടി തൂക്കിയെടുത്ത് അവർ വിളയിലോട്ടെറിയും. വീണ്ടും പോലീസ് സമാധാനിപ്പിക്കാൻ വരും. വീണ്ടും താടി തൂക്കിയെടുത്ത് വിളയിലോട്ടെറിയും. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അവിടെ അവസാനിച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ യുദ്ധം തുടങ്ങിയിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ഗാസയ്ക്ക് അനുകൂലമായിട്ട് ഇവിടെ ചെയ്തതുകൊണ്ട് കാര്യമില്ല, അത് എവിടെയോ കിടക്കുകയാണ്. ആ ഗാസയ്ക്ക് അനുകൂലമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ട് എന്താണ് കാര്യം എന്ന് പറയുമ്പോഴും പോലീസിനെതിരെ അടിയുടെ റേഞ്ച് കൂടുകയാണ്, അല്ലെങ്കിൽ അടിയുടെ പവർ കൂടുകയാണ് തെഹ്രീക്കെ ലബാനിൻ്റെ. എന്തായിരുന്നാലും നിലവിൽ ഇവർ മുർഷിദ് ഖൈൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് തമ്പടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് ഇതുവരെ അവിടെയുള്ള സർക്കാരിന് പിടികിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇവന്മാർ ഇപ്പോഴും അവിടെ വമ്പൻ കലാപമാണ് അയച്ചുവിടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ വൈറലായിട്ട് പോവുകയാണ്. പോലീസിനെ തൂക്കിയെടുത്തെറിയുന്നതും, പോലീസ് ജീപ്പ് കത്തിക്കുന്നതും, പോലീസിൻ്റെ ലാത്തി പിടുങ്ങിക്കൊണ്ട് ഓടുന്നതും, പോലീസിൻ്റെ ആസനത്തിൽ കൂടെ കുന്തം കയറ്റുന്നതും, ഇവന്മാരെ അടിച്ച് ഇടിച്ച് കടിച്ച് പറിക്കുന്നതെല്ലാം അതിഭീകരമായിട്ടുള്ള വിഷ്വൽസാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലാപത്തിൻ്റെ ഗ്രാവിറ്റി വളരെ കൂടുതലാണ്. അപകടകരമായിട്ടുള്ള ആന്തരിക വിഭജനം പാകിസ്ഥാനിൽ നടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ താലിബാൻ തയ്യാറായി നിൽക്കുന്നു, കുന്തവും കുറുവടിയുമായി. ഇപ്പുറത്തെ സൈഡിലാണെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തയ്യാറായിട്ട് നിൽക്കുന്നു. ഒരു ഗ്യാപ്പ് കിട്ടിയ ഗോൾ അടിക്കാനായിട്ട്. താഴെ സിന്ധ് അല്ലെങ്കിൽ പഞ്ചാബ് പ്രവിശ്യയിലാണെങ്കിൽ നമ്മൾ വെള്ളം തടഞ്ഞതുകൊണ്ട് അവിടെയുള്ള ജനങ്ങൾ കലാപത്തിൻ്റെ വക്കിൽ വെള്ളമില്ലാത്തതുകൊണ്ട് ഇറങ്ങി നിൽക്കുന്നു. അപ്പോൾ തെഹ്രീക്കെ ലബാൻ യഥാർത്ഥ പാകിസ്ഥാൻ, ലാഹോർ ടു ഇസ്ലാമാബാദ്, അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുന്നു. അതിൻ്റെ ഇപ്പുറത്ത് ഓപ്പറേഷൻ 2.0 സിന്ദൂർ എന്ന് പറഞ്ഞുകൊണ്ട് ബഹിരാകാശത്ത് നിന്ന് ഇന്ത്യ അടിക്കും എന്ന് പറഞ്ഞൊരു ഭയത്തിൽ പാകിസ്ഥാൻ നിൽക്കുന്നു. ഈ ഒരു സെറ്റപ്പിൽ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനെ 4 അല്ല 16 പിളർക്കാമെന്നാണ് പല വിദഗ്ധരും പറയുന്നത്. പോരാത്തതിനും POK നൈസായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യും. കാരണം POKയിൽ ഇപ്പോൾ ഒരു കലാപം നടന്നതേ ഉള്ളൂ. ഈ കലാപം എല്ലാത്തിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ എനിക്ക് താങ്ങാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഷഹബാസ് ഷെരീഫ് അവിടെ പോയിട്ട് നിങ്ങളെ കരാറുകളെല്ലാം ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കലാപം നൈസായിട്ട് ശമിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഏത് നിമിഷവും അവർ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങാമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാര്യങ്ങളൊക്കെ ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ പറയുന്നത്. അപ്പോൾ ശരി.